ഹായ്, നമസ്കാരം. പണം. പല ആളുകളും ഇതിന് യാതൊരു വിലയില്ല. പണത്തിനേക്കാളും നല്ലത് നല്ല മനസ്സുണ്ടാവുക, സന്തോഷമായിട്ടിരിക്കുക എന്നൊക്കെയാണ്. പണം കൊണ്ടൊന്നും നേടാൻ പറ്റില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇതൊക്കെ സത്യമാണ്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് പണമില്ലാതെ ഒരു തേങ്ങയും നടക്കൂല. പണമാണ് ഏറ്റവും വലുത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പണത്തിന് വെറും പേപ്പറിന്റെ വില മാത്രം കൽപ്പിക്കുന്ന ഒരാളും, പണത്തിന് ജീവന്റെ വില കൽപ്പിക്കുന്ന ഒരാളും. ഇങ്ങനെയുള്ള 2 തരത്തിലുള്ള ആളുകളുടെ കഥ പറയുന്ന സിനിമയാണ് അഡിയോസ് അമിഗോസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ആ 2 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സുരാജേട്ടനും അതുപോലെ തന്നെ ആസിഫിക്കയാണ്. വളരെ നല്ല രീതിയിൽ ഗംഭീരമായിട്ട് ഇങ്ങനെ തുടങ്ങിയ സിനിമ. അങ്ങനെ തുടങ്ങി ഇവിടെ 2 പേരുടെയും നല്ല കോമഡികളും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻസും ഡയലോഗ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് സിനിമ. ഇപ്പൊ 2 പേരുടെയും ക്യാരക്ടർ എന്താണ്, ഇവിടെ സിറ്റുവേഷൻസ് എന്താണ് ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇവരുടെ 2 പേരുടെയും ഉള്ളിൽ വിങ്ങലായിട്ട് കിടക്കുന്ന 2 പ്രശ്നങ്ങളുണ്ട്. അതായത് സുരാജേട്ടന്റെ ക്യാരക്ടറിന്റെ ഉള്ളിലും ആസിഫ് കെയുടെ ക്യാരക്ടറിന്റെ ഉള്ളിലും ഒരു വിങ്ങലായിട്ട് കിടക്കുന്ന പണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു വേദനയും അതുപോലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു 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 വിങ്ങലും ഉണ്ട്. ഏകദേശം ഇന്റർവെൽ ആകുന്നതോടുകൂടി ഈ വിങ്ങൽ എന്താണെന്നുള്ളത് അവര് റിവീൽ ചെയ്തു. അതോടുകൂടി സിനിമ തീരുകയും ചെയ്തു. അതായത് വളരെ ഗംഭീരമായി എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ പോയതുകൊണ്ട് തന്നെ ഇത് അടിപൊളിയാണല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു എല്ലാം. ഇന്റർവെൽ വരെ ഒരു രക്ഷയില്ലാണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. ആസിഫ് അലിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ഉടനീളം ട്ടോ ലാസ്റ്റ് വരെ നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. ആസിഫ് അലിയുടെ അഭിനയം ഒരു രക്ഷയില്ല. കുറേ സ്ഥലങ്ങളിൽ ആ ഒരു ക്യാരക്ടർ പിടിച്ച് ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അയാളുടെ മാനറിസം, ഇപ്പൊ ഒരു കള്ള് കുടിക്കുന്ന സീനാണെങ്കിൽ വളരെ ലേറ്റ് ആയിട്ട് കള്ള് കുടിക്കുമ്പോഴുള്ള റിയാക്ഷനും ഭയങ്കരമായിട്ട് പൂസ് ആയിട്ട് ഇരിക്കുന്ന സമയത്തുള്ള റിയാക്ഷനും ആ സമയത്തുള്ള ഡയലോഗ് ഡെലിവറിയും ഒക്കെ പക്കയായിരുന്നു. ആ ക്യാരക്ടറുടെ എല്ലാ കാര്യവും പിടിച്ച് 100% പെർഫെക്ഷനോട് കൂടിയാണ് അവസാനം വരെ പുള്ളിക്കാരൻ അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് ഒരു വലിയ കാര്യമാണ്. നമ്മളൊരു ഹ്യൂജ് അപ്ലോസ് കൊടുത്തേ പറ്റുള്ളൂ. സുരാജ് ചേട്ടനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ സുരാജ് ചേട്ടന്റെ ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ നമ്മൾ ഒരുപാട് സിനിമയിൽ സ്ഥിരമായിട്ട് കണ്ട് 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 പഴങ്ങിയിട്ടുള്ള ചില സാധനങ്ങൾ സുരാജ് ചേട്ടൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതായത് ഒരാൾ സുരാജ് ചേട്ടനെ വളരെയധികം ചീത്ത പറഞ്ഞ അല്ലെങ്കിൽ അപമാനിതനാക്കുകയാണ്. അപ്പൊ അപമാനിതനായിട്ട് നിൽക്കുന്ന ഒരു സാധനമുണ്ട്. ഈ ശരീരമൊക്കെ ഒന്ന് വളഞ്ഞ് തലയൊക്കെ താത്തി ഇങ്ങനെ ഇട്ട് കാണിച്ചിട്ട് നിൽക്കലുണ്ട്. അതിങ്ങനെ 3 പ്രാവശ്യം ഈ സിനിമയിൽ തന്നെ വന്നിട്ടുണ്ട്. പല സിനിമയും നമ്മൾ കാണുന്നുമുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടാവും. കാരണം ഒരുപാട് ആളുകൾ അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നം ഇവിടെയും കാണുന്നുണ്ട്. അതർവൈസ് ബാക്കിയൊക്കെ ആ ക്യാരക്ടറിന്റെ ഒരു കറക്റ്റ്. കാരണം പല സ്ഥലങ്ങളിലും എത്തിപ്പെടുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു വിങ്ങല് ഞാൻ പറഞ്ഞല്ലോ. ആ വിങ്ങല് കാരണം തന്നെ അയാൾക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, അടുത്ത സ്ഥലത്തേക്ക് എത്തണം, എങ്ങനെയെങ്കിലും അവിടെ എത്തണം എന്നുള്ള ആ ആ ചില സാധനങ്ങളും അയാളുടെ ഒരു നിസ്സഹായത അവസ്ഥയൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്റർവെൽ എത്തി. ഇന്റർവെൽ കഴിഞ്ഞ് കുറച്ചും കൂടെ നന്നായിട്ട് ഇങ്ങോട്ട് പോയി. ഈ ഇന്റർവെൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ക്യാരക്ടറിന്റെ ഈ ഒരു പ്രശ്നം എന്താണെന്നുള്ളത് അവിടെ റിവീൽ ചെയ്തു ട്ടോ. അവിടെ അത് തീർന്നു. പിന്നെ അങ്ങോട്ട് സിനിമ ഒരു വലിപ്പിക്കലാ. വലിപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞാ ഇങ്ങനെ വലിച്ചിട്ടങ്ങട് ആവണില്ല. മെല്ലെ, 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 മെല്ലെ നമുക്കങ്ങട് മടുത്തു സിനിമ. ഈ പണ്ടാറൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെങ്കിലും അതൊന്ന് തീർന്നിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. അത് നമുക്ക് ഭയങ്കര വലിയ പ്രതീക്ഷ തന്നിട്ട് ഈ സിനിമ രീതിയിൽ പല രീതിയിൽ ഇവർക്ക് പറയാമായിരുന്നു. അത്രയും നല്ല സിറ്റുവേഷൻസ് ഉണ്ടാക്കിയെടുത്ത് എന്നിട്ട് ഈ സിനിമ അങ്ങോട്ട് വലിച്ച് താഴെ ഇട്ടേക്കാണ്. അങ്ങനെ കാണിച്ചു വെച്ചേക്കണം. അത് ഇന്റർവെല്ലിന് ശേഷം ഞാൻ പറയാലോ, ഇന്റർവെല്ലിന്റെ ശേഷമുള്ള 95% പോർഷൻസും വേസ്റ്റ് ആയിരുന്നു. അട്ടർ വേസ്റ്റ് അങ്ങനെ തന്നെ പറയാം. അതിന്റെ ഇടയിൽ 2 ക്യാരക്ടേഴ്സിനെയും കൊടുത്തു. ഒന്ന് ഒരു ടാക്സി ഡ്രൈവർ ആയിട്ട്, പുള്ളിക്കാരന്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. സ്ഥിരം നമ്മൾ ഒരു തൃശ്ശൂരുകാരനായിട്ട് വരുന്ന പുള്ളിക്കാരൻ. അയാള് സ്ഥിരം സാധനം, സ്ഥിരം ഡയലോഗ്, സ്ഥിരം പെർഫോമൻസ്. അതൊരു വേസ്റ്റ്. ഐ മീൻ വേസ്റ്റ് കാസ്റ്റിംഗ്. 2 ഷൈൻ ടോം ചാക്കോ. എന്തിനാണ് പുള്ളിക്കാരനെ വെറുതെ ഇനി സിനിമയിൽ നിങ്ങൾ എടുക്കണം? അത് എന്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ വേറൊരു അഭിപ്രായം ഉണ്ടാവാം. എന്റെ പേഴ്സണൽ അഭിപ്രായമായിട്ട് മാത്രം എടുക്കുക. അതായത് ഇത് ഒരു വ്യത്യാസവും ഇല്ല. വെറുതെ നമ്മൾ എല്ലാത്തിലും പുള്ളിക്കാരനാണ്. ഇന്റർവ്യൂല് വേറെ ഏതെങ്കിലും പ്രോഗ്രാമിൽ കണ്ടാല് എല്ലാ സിനിമയിലും എന്താണ് വേഷം ചിലപ്പോൾ ഇങ്ങനെ മാറുന്നുണ്ടാവും. ലുക്ക് വൈസ് പോലും മാറ്റമില്ല. ഷർട്ടും മുണ്ടും അല്ലെങ്കിൽ പാന്റും ഷർട്ടും ടീഷർട്ടും ഇതിന്റെ കളറും സാധനങ്ങളും ഇങ്ങനെ മാറുന്നുണ്ട് അല്ലാതെ ആ ക്യാരക്ടറിന് ഒരു മാറ്റവും ഇല്ല.
ഇവിടെ പെർഫോമൻസിലൊരു മാറ്റം. ഡോക്ടർ ആയാലും പോലീസ് ആയാലും സാധാരണക്കാരനായാലും പെയിന്റർ ആയാലും ഓട്ടോ ഡ്രൈവർ ആയാലും എന്ത് തേങ്ങയായാലും ഷൈൻ ടോം തന്നെ. അത് മടുപ്പായിട്ടുണ്ട്. ഈ ഷൈൻ ടോം ഒന്നും ഒരിക്കലും ഇത് കാണാൻ സാധ്യതയില്ല. പക്ഷെ കാണുകയാണെങ്കിൽ പ്ലീസ് ദയവ് ഇതൊന്ന് മനസ്സിലാക്കണം. ഇത് കയ്യിന്ന് പോയിട്ടുണ്ട്. നല്ല രീതിയിൽ ഉള്ള ക്യാരക്ടർ ഇനിയെങ്കിലും ചെയ്യണം. ഓരോ ക്യാരക്ടറിനും ഓരോ രീതികളുണ്ടല്ലോ. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് എവിടെ നോക്കിയാലും ഷൈൻ ടോം ആണ് വന്നിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഇയാൾ ചെയ്യുന്ന ക്യാരക്ടർ അയാൾക്ക് എന്ത് പേരും ആയിക്കോട്ടെ, ആ ക്യാരക്ടറിന് എന്ത് ജോലി ആയിക്കോട്ടെ, നമുക്കത് ഫീൽ ചെയ്യുന്നേ ഇല്ല. ഇതിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഡയലോഗ് പറയുമ്പോൾ ആ ഡയലോഗിന് കൊടുക്കുന്ന ഒരു ഒരു പവർ ഉണ്ടല്ലോ. ആ പവറിന്റെ രണ്ടിരട്ടിയാണ് ആക്ഷൻ പോകുന്നത്. എനിക്കിപ്പോ ഇവിടെ കാണണം നിന്നെ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്തിനാ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോണത്? ഇപ്പൊ ഞാൻ നിങ്ങളോട് തന്നെ പറയുമ്പോ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അല്ല സീരിയസ്ലി ഭയങ്കര ബോറായിട്ടുണ്ട്. പുള്ളി അഭിനയം നിർത്താനായിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് വേറെ വല്ല റൂട്ടും പിടിക്കുക. അല്ലാതെ ഈ പോക്കാണ് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഔട്ടാവും. നല്ല അഭിനയിക്കാൻ കഴിവുള്ള ആളൊക്കെ. എനിക്ക് ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞ സിനിമയിൽ മാത്രമാണ് കുറേ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു ക്യാരക്ടർ, ഒരു ഒതുക്കമുള്ള ക്യാരക്ടറാണ്. ഒതുക്കം പോട്ടെ, ഇത്ര ലൗഡ് ആയിട്ടുള്ള പെർഫോമൻസ്, ആ ലൗഡ് ആയിട്ടുള്ള ആൾ ഇപ്പൊ ഇതിൽ ആസിഫൊക്കെ ചെയ്തിട്ടുള്ള വളരെ ലൗഡ് ആയിട്ടുള്ള ക്യാരക്ടർ. ആ ക്യാരക്ടറിന്റെ സ്വഭാവം അങ്ങനെയാണ്. അല്ലാതെ വേറെ ഒരു പാവത്താന്റെ ക്യാരക്ടർ ഇത്ര കാട്ടിക്കൂട്ടൽ കാട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. 1 2 സിനിമയിലൊക്കെ മാക്സിമം 3 സിനിമയിലൊക്കെ നമുക്ക് സ്ഥിരം സാധനം കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ആവശ്യമില്ല. ഈവൻ ബൈക്ക് ഓടിച്ചു പോകുന്നൊരു സ്ഥലത്ത് ക്ലോസപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ദേഷ്യം കാണിക്കണം. എന്നിട്ട് ഉമ്മ വെക്കണം. അതോ ഞരമ്പിൽ വല്ല അസുഖം പറ്റും. അവിടെ മിണ്ടാണ്ടിരിക്കാൻ പറയുന്നുണ്ടോ? കാര്യമായിട്ട് ഇത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എന്ന് എനിക്കല്ല. അത്ര ബോറായിരുന്നു. നമുക്ക് തെളിവ് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുകയാണ്. ദേഷ്യമാണ് വരുന്നത്. കാരണം എന്താ നമ്മൾ കുറെ ആൾക്കാർ പൈസയും കൊടുത്ത് ഒരു വിശ്വാസത്തിൽ പോയിരുന്നിട്ട് ഇവരുടെ ട്രെയിലറും ഇതിന്റെ കുറച്ച് പോസ്റ്ററും തന്നു നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടല്ലേ ഈ സിനിമയ്ക്ക് പോകുന്നത്. അല്ലാതെ എത്ര സിനിമകളൊന്നും ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഈ സിനിമയ്ക്ക് കയറുന്ന ആ പ്രതീക്ഷ കൊണ്ടാണ്. അതിന്റെ നിർഗന്ധലക്ക് ഇങ്ങനെ പിന്നെയും അടിക്കുമ്പോൾ നമുക്കൊരു ദേഷ്യം വരാണ്ട്. അത് എല്ലാവർക്കും എനിക്കറിയില്ല. സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന, അത്രയും എൻജോയ് ചെയ്ത് കാണുന്ന, ആഴ്ചയിൽ ഇറങ്ങുന്ന ഓരോ പടത്തിനും പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ ദേഷ്യം വരും. ആ അത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവേണ്ടത് എനിക്കറിയില്ല. ഈ ഷൈൻ ടോം എന്താ പറയാ വേസ്റ്റ് ആണ്. വേസ്റ്റ്. വളരെ വേസ്റ്റ് ആയി മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ പോണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നല്ലൊരു നടനാണെന്നുള്ളതുകൊണ്ടാണ് ഈ രീതിയിൽ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ആൻഡ് അങ്ങനെ ഈ 2 3 കാസ്റ്റിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വലിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്റർവ്യൂവിന് ശേഷം മുഴുവൻ വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന്റെ ഇടയിൽ അനാവശ്യമായിട്ട് കുറെ സീൻ. ഈ ടാക്സി ഡ്രൈവർ ഒരു സുരാജന്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ തപ്പുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എന്തിനാണ്? ഇതിന്റെ ഇടയിൽ പോലീസ് സ്റ്റേഷനിൽ പിടിക്കപ്പെടുന്ന സീനുണ്ട്. എന്തിനാണ്? അവിടെ ഒരു പോലീസുകാരൻ വന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എന്തിനാണ് ചോദിച്ചതെന്ന് ഇപ്പോഴും അറിയില്ല. വെറുതെ ഒരു ഡയലോഗ് ചോദിച്ചു പോയിട്ടുണ്ട്. ഇത് നിങ്ങൾ സിനിമ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ വേസ്റ്റ് ആയി കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഷൈൻ ടോം ഫുൾ ഫോണിലൂടെയാണ്. അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. സ്ക്രീനിൽ പുള്ളിക്കാരന്റെ ഫേസ് കാണിച്ചപ്പോഴാണ് പോയത്. ഫോണിലൂടെയൊക്കെ നല്ല വരെയൊക്കെ സംസാരിച്ചിരുന്നു. എന്നിട്ട് പുള്ളിക്കാരന്റെ സ്ക്രീൻ വന്നതോടുകൂടി പുള്ളിക്കാരന്റെ കുറെ വെറുപ്പിക്കൽ. വെറുപ്പിക്കാന്ന് പറഞ്ഞാൽ വെറുപ്പിച്ച് അങ്ങോട്ട് ഭ്രാന്താക്കുകയാണ്. ഒരുമാതിരി ജയിലിട്ട അവസ്ഥയായി പോയി. കാരണം നമ്മള് ഇനി എന്ത് സംഭവിക്കും? എന്തെങ്കിലും ഒരു മാറ്റം ഇതിൽ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോ ആ ഒരു പ്രതീക്ഷനെ അവസാന നിമിഷം വരെ നമ്മളൊന്ന് പിടിച്ചിരുത്തി നോക്കി. നടക്കൂല. ഇത്ര ഇങ്ങോട്ട് നടക്കില്ല. ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. അവസാനം ഒരു സംഭവം ഇല്ലാതെ എങ്കിലും നിർത്തി. അതായത് ഇതിലൊരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ ഒരു മാലാഖയെ പോലെ കാണിച്ചിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇയാൾ എന്തോ ചെയ്യും, എന്തോ വലുത് ഇയാൾ ചെയ്യും, അല്ലെങ്കിൽ ഇയാൾക്ക് എന്തോ ഒരു വലിയ പാസ്റ്റ് ഉണ്ട്, ഇയാളുടെ ലൈഫിൽ എന്തോ സംഭവിക്കാണ്ട് എൻഡിൽ ഇയാളെ ആ രീതിയിൽ ഒന്ന് റിവീൽ ചെയ്യും എന്നൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ ഇരുന്നിട്ട് അത് ഏറെക്കുറെ ഞാൻ പറഞ്ഞില്ലേ ഇന്റർവെൽ വരെ അത് ഏറെക്കുറെ ശരിയായിരുന്നു. ഇന്റർവെൽ കുറച്ച് ഭാഗത്തേക്കും ഓക്കെ. കാരണം ആ ക്യാരക്ടറിന് മനസ്സിലാകേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ക്യാരക്ടറിന് ഈ പറഞ്ഞ പോലെ ഒരു ഹൈ പോസിറ്റീവ് ആയിട്ടുള്ള ഓ ഇയാള് പൊളിയാണെന്നുള്ള ഒരു ഫീല് പ്രേക്ഷകന് ഉണ്ടാക്കി തന്നിട്ട് അവസാനം ഇന്ത്യക്ക് എത്തിയപ്പോൾ ഇത് മുഴുവൻ മാറി. ഇയാള് ഒരു വേസ്റ്റ് ക്യാരക്ടർ അല്ലേ, എന്ത് യൂസ്ലെസ് എന്ന് തോന്നിപ്പോയി. അങ്ങനെ വളരെ യൂസ്ലെസ് ആയിട്ടുള്ള ഒരാളാണല്ലോ എന്ന് തോന്നിച്ചു അവസാനം ആ ക്യാരക്ടറിന്. സെയിം ആസിഫ് അലിയുടെ ക്യാരക്ടറിനെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. പക്ഷെ അഭിനയം ഞാൻ പറഞ്ഞല്ലോ ഒരു രക്ഷയിലെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ വലിച്ചു നീട്ടൽ കുറച്ച് ഏകദേശം ഒരു 35 40 മിനിറ്റോളം കട്ട് ചെയ്യണമായിരുന്നു. ഇനി വേണ്ട 1.5 മണിക്കൂർ കൊണ്ട് സുഖമായിട്ട് തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. അത്രയ്ക്കുള്ള സിറ്റുവേഷൻസ് ആയിരുന്നു. പോട്ടെ 2 മണിക്കൂർ, ഈ 2.5 മണിക്കൂറൊക്കെ എന്തിനാണ്? അരമണിക്കൂർ ശരിക്കും വേസ്റ്റ് ആണ്. അതിനൊന്നും ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ മൊമെന്റ്സുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് കയറി വരണേ, അതൊന്നുമില്ല. തുടക്കം മുതൽ അവസാനം വരെ ഒരേ പോക്ക് പോകുന്ന സിനിമ. അങ്ങനെയാണ്. അത് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു മടുപ്പ് വരാനുണ്ടല്ലോ.
ആ ഒരു സംഭവമാണ് സിനിമയിൽ ഉടനീളം വന്നിട്ടുള്ളത്. നമ്മൾ തുടക്കം മുതൽ കാണുന്ന കുറേ സാധനങ്ങൾ തന്നെ ഹാഫ് ടൈം വരെ നമ്മളത് എൻജോയ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഇനി എന്താണ് സംഭവിക്കുക, ഇത് എൻഡ് എന്താവും, കാരണം ഇവരുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞ ഈ പ്രശ്നമുണ്ട്, അതെന്താവും എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. അപ്പൊ അതിലേക്ക് പിന്നെ എത്തിക്കുന്നേ ഇല്ല. പിന്നെയും റിപ്പീറ്റ് അടിച്ച് ആദ്യം ഇടുന്ന സംഭവം തന്നെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് അവിടെ എത്തണമില്ല. നമുക്കിതൊന്നും ആസ്വദിക്കാനുള്ള ഒരു മൂഡ് പിന്നെ ഇല്ല. ഇനി എന്ത് സംഭവിച്ചു, അത് മാത്രമാണ് ഇതിലൊരു ത്രില്ലിംഗ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കണം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളെ ഞെട്ടിക്കുന്ന സാധനങ്ങൾ ഇതിൽ കയറി വരണം. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ നമുക്ക് തോന്നി അങ്ങനെ എന്തെങ്കിലും വരുന്നു, പക്ഷെ വേസ്റ്റ് ആയിരുന്നു. അതല്ലാതെ ഒന്ന് രണ്ട് സീൻസ് ഉണ്ട്, അവിടെയൊക്കെ എന്തെങ്കിലും വരും തോന്നി, ഇവിടെ ഒന്നുമില്ല. വീണ്ടും ഈ പഴയ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വളരെ മോശം അനുഭവം തന്നിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ, ഇത് ഇന്റർവെൽ വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് ഒരു 1.25 മണിക്കൂറിന്റെ അടുത്ത് ഇന്റർവെൽ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തായാലും ഈ പറഞ്ഞ ബോറടി വന്നിരിക്കും. അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി പോയി കണ്ടാൽ എൻജോയ് ചെയ്യാം. ഇല്ലെങ്കിൽ ഹാഫ് ടൈം വരെ കാണുക, എൻജോയ് ചെയ്യുക, ഒരു ചായ മേടിച്ച് കുടിക്കുക, തിരിച്ചു പോവുക.